അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, അള്ളാഹു ഇപ്രകാരം പറയുന്നു: വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. നിനക്ക് യഖീൻ ഉണ്ടാകുന്നത് വരെ, അഥവാ നിനക്ക് മരണം വരുന്നത് വരെ നീ നിൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചു കൊള്ളുക. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കേണ്ടത് നമ്മുടെ മരണം വരുന്നത് വരെയുള്ള സമയം വരെയാണ്. നമുക്ക് ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന് അർപ്പിക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസൃതം ജീവിക്കാനുള്ളത് മരണം വരെയാണ്. പവിത്രമായ ദിനരാത്രങ്ങളായ റമദാനിൽ നാം ഒരുപാട് ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തു. സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തോടുകൂടി, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ദിക്ർ, ദാനധർമ്മം, നോമ്പ്, ഇത്തരം ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധ റമദാൻ നാം ചെയ്തു കൂട്ടി. റമദാൻ മാസത്തിലുണ്ടായിരുന്ന അതേ അള്ളാഹു തന്നെയാണ് റമദാനിന് മുമ്പുള്ള ഷഅബാൻ മാസത്തിലും റമദാനിന് ശേഷമുള്ള ഷവ്വാൽ മാസത്തിലുമുള്ളത്. എന്നല്ല, 12 മാസത്തിലും ഒരേ ഒരു അള്ളാഹു തന്നെയാണ് നമുക്ക് ആരാധനക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നാം ചെയ്ത ഇബാദത്തുകൾ അതിൽ ഒട്ടും കുറയാതെ പരമാവധി നാം ആരാധനാ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യ കാലഘട്ടത്തിൽ സമയമുള്ളപ്പോൾ നാം ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ തിരക്കേറുമ്പോൾ, ആരോഗ്യമില്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനാ കർമ്മങ്ങൾ ആരോഗ്യ സമയത്തും ഒഴിവു സമയത്തും നാം ചെയ്തിരുന്നത് പോലെ തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. റമദാനിന് ശേഷവും തുടർന്നും നാം ആരാധനാ കർമ്മങ്ങളിൽ തന്നെ നിരതരാകുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളതാണ് നാം തുടരെ ചെയ്യുന്ന ഇബാദത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അമലുകളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായത് അഥവം നിത്യമായി ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായി റമദാനിൽ നാം ചെയ്തു പോന്നിരുന്ന ആരാധനാ കർമ്മങ്ങൾ വീണ്ടും തുടർന്നു കൊണ്ടുപോകുക. മരണം വരെ അള്ളാഹുവിനെ വാഴ്ത്തിയും അവനെ പുകഴ്ത്തിയും അവൻ്റെ കൽപ്പനകൾക്കനുസൃതമായും ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.